V4 ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നെക്സ്റ്റ് മാച്ച് ഡൽഹി ഡൈനാമോസ് ആയിട്ടാണ്. സോ ആ മാച്ച് വ്യാഴാഴ്ച 31-ാം തീയതിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എവേ മാച്ചാണ്. സോ ആ മാച്ചിൻ്റെ സ്റ്റാർട്ടിംഗ് 11 പ്രഡിക്റ്റ് ചെയ്യാനും പ്രീ മാച്ച് അനാലിസിസ് ചെയ്യാനുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ടിംഗ് 11ലേക്ക് കടക്കുന്നതിനായിട്ട് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഡയറക്റ്റ് സ്റ്റാർട്ടിംഗ് 11ലേക്ക് തന്നെ കിടക്കാം. സ്റ്റാർട്ടിംഗ് 11 പറയുകയാണെങ്കിൽ ഗോൾ പോസ്റ്റിൽ ഗോൾ കീപ്പർ ധീരജ് സിംഗ് തന്നെയായിരിക്കും തുടരുക. കഴിഞ്ഞ മത്സരത്തിൽ ധീരജ് സിംഗിൻ്റെ മികച്ച പ്രകടനമാണ് നമുക്ക് എല്ലാവർക്കും കാണാം. കഴിഞ്ഞ മത്സരത്തിൽ നിന്നല്ല, ഈ സീസൺ ത്രൂ ഔട്ട് മികച്ച പ്രകടനം തന്നെയാണ് ധീരജ് സിംഗ് കാഴ്ചവെച്ചിരിക്കുന്നത്. ISL കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഗോൾ വഴങ്ങേണ്ടി വന്നെങ്കിലും മികച്ച പ്രകടനം തന്നെയാണ് ധീരജ് സിംഗ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ ഡിഫൻസിൽ 4 പേരുണ്ടാവും. കഴിഞ്ഞ മത്സരത്തിലെ സെയിം ഡിഫൻസ് തന്നെയാണ്. സെൻട്രൽ ഡിഫൻഡേഴ്സായിട്ട് സന്ദേശ് ജിങ്കനും ലാക്കിച്ച് പെസിച്ചും, വിങ്ങുകളിൽ സിറിൽ കാളിയും ലാൽറോ താരിയും. സോ ലെഫ്റ്റ് വിങ്ങിൽ ലാൽറോ താരിയും, റൈറ്റ് വിങ്ങിൽ സിറിൽ കാളിയും, സെൻട്രൽ ഡിഫൻഡേഴ്സായിട്ട് സന്ദേശ് ജിങ്കനും ലാക്കിച്ച് പെസിച്ചുമായിരിക്കും. വളരെ മികച്ച ഒരു ഡിഫൻസ് നിര തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. വളരെ നന്നായി തന്നെ ATKയുടെ എല്ലാ അറ്റാക്കുകളും ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചു ഈ ടീമിന്. സോ ഇതാണ് നമ്മുടെ ഡിഫൻസ്. ഇനി നമ്മൾ മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ മിഡ്ഫീൽഡിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. മിഡ്ഫീൽഡിൽ ലെഫ്റ്റ് വിങ്ങിൽ കറേജ് ഫെർഗ്സണും റൈറ്റ് വിങ്ങിൽ സഹൽ അബ്ദുൾ സമദും, സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് കിസിറോൺ കിസിറ്റോയുമാണ് ഞാനിന്നിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കളിയിൽ മിഡ്ഫീൽഡിൽ പന്ത് ഹോൾഡ് ചെയ്യൽ വളരെ മികച്ച നടത്തിയിരുന്നു. എങ്കിലും ഇത്തിരി പോരായ്മകളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ക്രിച്ച് മരവിച്ചിനെ മാറ്റിയാണ് കിസിറ്റോയെ ഈ സ്റ്റാർട്ടിംഗ് 11ലേക്ക് കൊണ്ടുവന്നത്. സോ നമുക്കറിയാം, ഈ മിഡ്ഫീൽഡ് എന്ന് പറയുമ്പോൾ കറേജ് ഫെർഗ്സൺ വളരെ മികച്ച പാസ് ഫോർവേഡിലേക്ക് കൊടുക്കും. കിസിറ്റോ വളരെ നന്നായി തന്നെ പന്ത് ഹോൾഡ് ചെയ്ത് കളിക്കും. സഹൽ അബ്ദുൾ സമദും മികച്ച പ്രകടനമാണ് കഴിഞ്ഞ 2 മത്സരങ്ങളായിട്ട് കാഴ്ചവെക്കുന്നത്. അതായത് മിഡ്ഫീൽഡിൽ പന്ത് ഹോൾഡ് ചെയ്ത് കളിക്കാൻ സഹലിന് വളരെ മികച്ചതായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇത് ഒരു സൂപ്പർ മിഡ്ഫീൽഡ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ 3 പേരും അടങ്ങുന്ന ആ ഒരു കോമ്പിനേഷൻ. ഇനി നമ്മൾ ഫോർവേഡിലേക്ക് വരികയാണെങ്കിൽ ഫോർവേഡിൽ 3 പേരുണ്ടാവും. സെൻട്രൽ ഫോർവേഡിൽ മത്തേജ് പുപ്ലാണ്ടിക്കും, റൈറ്റ് വിങ്ങിൽ K പ്രശാന്തും, ലെഫ്റ്റ് വിങ്ങിൽ ബോഡോ എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ജനുവരി വിൻഡോയിൽ വന്ന പുതിയ ഒരു പ്ലെയറുമായിരിക്കും ഫോർവേഡിൽ ഉണ്ടാവുക. സോ നമുക്കറിയാം, കോച്ച് നിലോ വികാണ്ട യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുക്കും എന്ന് നമുക്കറിയാം. സോ ബോഡോ സ്റ്റാർട്ടിംഗ് 11ൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എയ്തർ ബോഡോ അല്ലെങ്കിൽ ജിതിൻ MS. ഇവർ രണ്ടുപേരെങ്കിലും ആരെങ്കിലും ഒരാൾ സ്റ്റാർട്ടിംഗ് 11ൽ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ഇറങ്ങുവാൻ ചാൻസ് ഉണ്ട് അടുത്ത മാച്ചിൽ. സോ ഇതാണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ സ്റ്റാർട്ടിംഗ് 11. 4-3-3 എന്ന ബേസിക് അറ്റാക്കിംഗ് സ്റ്റാർട്ടിംഗ് 11 തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ മാച്ച് എനിക്ക് പോസ്റ്റ് മാച്ച് അനാലിസിസ് ചെയ്യാൻ സാധിച്ചില്ല. കഴിഞ്ഞ മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മികച്ച പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. അനാവശ്യമായിട്ടാണ് ഒരു ഗോൾ കൺസീഡ് ചെയ്യേണ്ടി വന്നത്. ഇല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായി ജയിക്കേണ്ട ഒരു മത്സരം തന്നെയാണ്. വീണ്ടും 1-1 ഡ്രോയിലാണ് കഴിഞ്ഞ മത്സരം അവസാനിച്ചത്. വളരെ മികച്ച പൊസിഷൻ ഗെയിം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. നമുക്കറിയാം, നമ്മുടെ ഹൈബോൾ ടാക്ടിക്സ് കേരള ബ്ലാസ്റ്റേഴ്സ് പൂർണ്ണമായി ഉപേക്ഷിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വളരെ മികച്ചതായിട്ട് പൊസിഷൻ ഗെയിം നന്നായി പന്ത് ഹോൾഡ് ചെയ്ത് മിഡ്ഫീൽഡിൽ നിന്ന് ഫോർവേഡിലേക്ക് എത്തിക്കാൻ വളരെ മികച്ചതായിട്ട് കളിച്ചു. സെക്കൻഡ് ഹാഫിലാണ് മികച്ച കളി കേരള ബ്ലാസ്റ്റേഴ്സിന് പുറത്തെടുക്കാൻ സാധിച്ചത്. വളരെ മികച്ച ആക്രമണങ്ങളും സെക്കൻഡ് ഹാഫിൽ മിഡ്ഫീൽഡിൽ നിന്ന് മെനഞ്ഞെടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയേഴ്സിനായി. സോ ഞാൻ അടുത്ത മാച്ചിനായിട്ടുള്ള സ്റ്റാർട്ടിംഗ് 11 ഇതാണ്. അടുത്ത മാച്ച് ഡൽഹി ഡൈനാമോസിനെതിരാണ്. ATK വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുകൂടി സിമ്പിളാണ് ഡൽഹി ഡൈനാമോസ്. സോ മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. സോ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.